ഫ്രണ്ട്സ് ഞാൻ ഉണ്ടല്ലോ പൊയിനൊരു പേട്ടാ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് ഒരു വീടിൻ്റെ ഓക്കെ കർട്ടൻസിൻ്റെ വീഡിയോ നമ്മളെ പൊയിനൂരിലെ അലങ്കാർ കർട്ടൻസിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട് ഓക്കെ. അപ്പോൾ ഇന്ന് പയ്യന്നൂർ ആണ് സൈറ്റ് കേട്ടോ ഓക്കെ. പിന്നെ കുന്നേരും ഉണ്ട് നോക്കട്ടെ. അപ്പോൾ ഞാൻ നേരെ പയ്യന്നൂരേക്ക്. ഇന്ന് മഴയില്ല, നല്ല വെയിലുണ്ട്, കുറച്ച് വെയിലുണ്ട്, നല്ല വെയിലല്ല കുറച്ച് വെയിലുണ്ട്. ഞാൻ ഇപ്പോൾ എത്ര പുറത്തിറങ്ങുന്നു, ഇപ്പോൾ 2 മണി ആറ്റായി, 2:30 മണി ആറ്റായി. പിന്നെയുണ്ടല്ലോ വേറൊരു പ്രശ്നമുണ്ട്, അങ്ങനെ വണ്ടീൻ്റെ സീറ്റ് തുറക്കാൻ കഴിയുന്നില്ല. സീറ്റിൻ്റെ കേബിളുണ്ട്, അതായത് നമ്മൾ ചാവി ഇട്ട് തിരിക്കുമ്പോഴല്ലേ സീറ്റ് തുറക്കൽ സ്കൂട്ടീൻ്റെ, അല്ല ബർഗ്മാൻ സ്ട്രീറ്റ് 125. അപ്പോൾ അതിൻ്റെ സീറ്റ് തുറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ കേബിള് പൊട്ടിയെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മിന്നാന്ന് വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഹെൽമെറ്റ് സീറ്റിൻ്റെ ഉള്ളിലാണോ നോക്കാൻ വേണ്ടിക്ക് സീറ്റ് തുറക്കാൻ നോക്കുമ്പോഴത്തേക്ക് ആവുന്നില്ല. അതൊക്കെ ഹെൽമെറ്റ് എന്തോ ഭാഗത്തിന് പുറത്തുണ്ടേ, പുറത്താന്ന് വെച്ച്. അപ്പോൾ സീറ്റ് തുറക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഒരു കുറ്റി എണ്ണ ഉണ്ട്, ഞാനതെടുത്ത് പയങ്ങളിൽ പോയി. എൻ്റെ പയ്യ പയങ്ങാടിയിൽ നിന്ന് മിന്നാൻ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്ത് അടിക്കാമെന്ന് വെച്ചിട്ട് പെട്രോൾ പമ്പിൽ കയറ്റുമ്പോഴത്തേക്ക് സീറ്റ് തുറക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഓർമ്മ വന്നത് സീറ്റ് തുറക്കാൻ കഴിയാത്ത കാര്യം. എന്നിട്ട് എന്ത് ചെയ്ത് അവിടെ നിന്ന് എണ്ണ അടിക്കാണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ആച്ചിനോട് ചോദിച്ചാൽ ആച്ചി പറഞ്ഞ് കേബിള് പോയതാണ്, ഇതുവരെ കേബിള് മാറ്റിയിട്ടില്ല. അതിൻ്റെ വണ്ടി വാങ്ങിയിട്ട് 2.5 വർഷം കഴിഞ്ഞില്ലേ, 3 വർഷം ആവാൻ പോകും. 2.5 വർഷം കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ കേബിള് മാറ്റിയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞാൽ കേബിള് പൊട്ടിയതാണ്. എന്നിട്ട് അവൻ ബാക്കിലൊരു സാധനം ഓപ്പൺ ആക്കിയിട്ട്, ബാക്കിലെ ബ്രേക്ക് ലൈറ്റില്ലേ, ആ ലൈറ്റിൻ്റെ അടിയിൽ ഒരു സാധനമുണ്ട്. ആ സാധനം ഓപ്പൺ ആക്കിയിട്ട് ആ സോണതായിപ്പിക്കാം. ആ സാധനം ബാക്കിലെ ഒരു സാധനം ഊരിയിട്ട് സ്ക്രൂ ഡ്രൈവറായിട്ട് ഇട്ടിട്ട് ഊരി, സ്ക്രൂവാണ് 2 സൈഡ് സ്ക്രൂവാണ്. ബ്രേക്കിന് താഴെയുള്ള ഒരു കവറിങ്ങാണ്, അത് ഊരിയിട്ട് എനിക്ക് സീറ്റ് തുറന്നു. ഇനിയിപ്പോൾ അതൊന്ന് ചെയ്യണം. ഒന്ന് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയിട്ട് കേബിൾ ഇടണമെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഫ്രണ്ട് കംപ്ലീറ്റ് ഊരണം. ഈ ഫ്രണ്ട് ഉണ്ടാകും, ഫ്രണ്ട് ബോഡി ഊരിയാലേ നമുക്ക് അത് ചെയ്യാൻ കഴിയും. ഫ്രണ്ട് ബോഡി ഊരിയിട്ട് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ഇന്ന് സമയമുണ്ടോയെന്നറിയില്ല, സർവീസ് സെൻ്ററിൽ കൊണ്ട് പോകണ്ടേ, ഇന്ന് സമയമുണ്ടോയെന്നറിയില്ല, നോക്കാം ഓക്കെ. മഴ പെയ്താൽ വെള്ളം കയറുമോയെന്നറിയില്ല. ഞാൻ ആടുന്ന് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഞാനങ്ങനെ പയ്യന്നൂരെത്തി. പയ്യന്നൂർ അലങ്കാർ കർട്ടൻസ്. ഇവിടെ കുറച്ച് സമയമായി, ഭയങ്കര വെയിൽ. ഞാൻ പറ്റില്ലേ, ഇന്ന് വെയിലുണ്ട്. അതാ വണ്ടി ചെയ്തോ, നമ്മുടെ ബർഗു അലങ്കാർ കർട്ടൻസ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് പിടിയാട്ടാ, കുറച്ച് സമയം ഇടാം, 1 മണിക്കൂറോളായി. അപ്പം ഞാൻ നേരെ കുന്നരൂരിലേക്ക് പോകുന്ന കേട്ടോ. കുന്നൂരു നമ്മുടെ പാലക്കോട് കുന്നരൂല്ലേ, അതായത് ഏഴിമല ഭാഗത്ത് ഓക്കെ. ഞാൻ അങ്ങോട്ടേക്ക് വിടുന്നു. നമുക്ക് നേരെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അതുവഴി അങ്ങനെ പോവാം ഓക്കെ. ഇതേ ട്രെയിൻ പോകുന്നു, ലോക്കൽ ട്രെയിൻ. ഞാൻ അങ്ങനെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ. ബ്രിഡ്ജ് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ മുട്ടവാടുള്ള വണ്ടിയാട്ടത്. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ മുട്ടവാടാ ഇങ്ങനെ പോകുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി. പരസ്യമല്ലേ, ഫുൾ പരസ്യമാണ്. ഞാൻ പിന്നാന്ന് ഇതിലോട്ട് പോകുമ്പോൾ വീഡിയോയിൽ കാണിച്ചിനെ, ഇവിടെ നോ പാർക്കിങ്ങിലെ ബോർഡ് വെച്ചിട്ട് ബൈക്കൊന്നും വെക്കുന്നില്ല. അന്നത്തെ ദിവസം ഞാൻ ഇത് കാണിക്കുന്ന സമയത്ത് ഞാൻ പിന്നാന്ന് വീഡിയോ കാണിക്കുമ്പോൾ ഇതൊന്നും വണ്ടി ഉണ്ടായിട്ടില്ല. നോ പാർക്കിങ്ങിലെ ബോർഡ് ഉണ്ട്. ഇപ്പം ഫുൾ ബൈക്ക് കാണുന്നുണ്ട്, കണ്ടോ. റോഡ് സൈഡിൽ ഫുൾ ബൈക്ക് വെച്ചിട്ടാണ്, അതോളം ബൈക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ മിന്നാന്ന് സംസാരിച്ചു. മിന്നാമത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ദിവസം ചെറിയൊരു ശമ്പളത്തിനെല്ലാം പണിക്ക് പോയി വരുന്നവർക്ക്, അതായത് ട്രെയിനിൽ കോഴിക്കോടേക്കും അങ്ങോട്ടേക്കെല്ലാം ഡെയിലി പോയി വരുന്നവരുണ്ടാവില്ലേ, അവർ ഒരുപക്ഷെ ചെറിയ ശമ്പളത്തിനുള്ളവർക്കെല്ലാം സാധാരണക്കാർക്ക് പേ പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് പോകുമ്പോൾ 1 മാസമാകുമ്പോൾ നല്ല പൈസ ആവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. ജസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഡെയിലി പോയി വരുന്നവർക്ക് ചെറിയ ശമ്പളത്തിനുള്ളവർക്ക്, അതായത് നോർമൽ സാധാരണക്കാർക്ക് അവർ ബുദ്ധിമുട്ടായിരിക്കും. മാസമാകുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് ആയില്ലേ. പെട്രോൾ വേറെ, ട്രെയിനിൻ്റെ ടിക്കറ്റ് വേറെ, ടിക്കറ്റിൻ്റെ പൈസ വേറെ, പിന്നെ ഈ പാർക്കിങ്ങിനും കൂടെ വേറെയും വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ആയില്ലേ. സാധാരണക്കാരുടെ അവസ്ഥ ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് ഞാൻ ഇതിലോട്ട് വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഇതിലോട്ട് ഞാനും നമ്മളെ പ്രൈത്തേട്ടനും
ഒരു ഷൂട്ട് ചെയ്തിട്ട് വരെയാണ് വരുന്ന സമയത്ത് ഞാൻ ഇത് കാണിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബ്രൈദർ എന്നോട് പറഞ്ഞു ഇവിടെ നോ പാർക്കിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് ബോർഡ് വെച്ചിട്ട് അപ്പോൾ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നോ പാർക്കിങ്ങിൻ്റെ ഈ റോഡ് സൈഡിൽ ബോർഡ് വെച്ച സമയത്ത് ഇവിടെ വണ്ടിയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, വണ്ടിയൊന്നും വെച്ചിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫുൾ വണ്ടി വെച്ചിട്ട് കാണുന്നുണ്ട്. ഈ നോ പാർക്കിങ്ങിൻ്റെ ഈ ഏരിയ നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് വെച്ചെടുത്ത് വെച്ചിനോന്ന് അറിയില്ല. ഇവിടെ എല്ലാം വണ്ടി വെച്ചിട്ടുണ്ട്, ഇതുണ്ടോ, ഇതെല്ലാം ബൈക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഒന്നും നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് ഇല്ല കേട്ടോ, ഇവിടെ ഒന്നും നോ പാർക്കിംഗ് ഇല്ല. ഇവിടെ നിന്ന് മുതലാണ് നോ പാർക്കിങ്ങിൻ്റെ ബോർഡ് വെച്ചാൽ കണ്ടോ. ഇവിടെ ഒന്നും സൈഡിൽ വണ്ടി വെക്കാൻ പറ്റില്ല. യെസ്, ഇവിടെ എല്ലാം നോ പാർക്കിങ്ങിൻ്റെ ബോർഡാണ് കേട്ടോ. സൈഡിലൊക്കെ ഉണ്ടോ ഫുള്ള് നോ പാർക്കിങ്ങിൻ്റെ ബോർഡാണ്. ഇവിടെ ഒന്നും എവിടെയും വണ്ടിയില്ല കേട്ടോ. ആ പാലത്തിന് അടുപ്പിച്ചിട്ട് കുറച്ച് ബൈക്ക് വെച്ചിട്ടുള്ളൂ, ബാക്കി എവിടെയും വണ്ടിയില്ല. ഇതുണ്ടോ, ഇവിടെ ഒന്നും വണ്ടിയില്ല. ഇവിടെ എല്ലാം വണ്ടി വെച്ച സ്ഥലമാണ്. നോ പാർക്കിംഗ് കംപ്ലീറ്റ് നോ പാർക്കിങ്ങാണ്. പിന്നെ ഇവിടെ പേ പാർക്കിംഗ് ഉണ്ട്. പേ പാർക്കിങ്ങിൽ പൈസ കൊടുത്തിട്ട് വണ്ടി വെക്കാം. കാറിൽ ഒരുപാട് വെച്ചിട്ടുണ്ട്. ഇതാ ഇത് പേ പാർക്കിംഗ് കണ്ടോ. അവിടെ ഓട്ടോ സ്റ്റാൻഡും ഉണ്ട് തോന്നട്ടോ. കണ്ടോ പേ പാർക്കിംഗ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തി. എന്താ ഇവിടെ എന്തോ പണിയെടുക്കുന്നുണ്ട്. ഇവിടെയാണ് പണ്ട് പാർക്കിംഗ്. ഇവിടെയാണ് പണ്ട് പാർക്കിംഗ് ഉണ്ടായി. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം പണിയെടുക്കുന്നുണ്ടെന്നോ. ഞാൻ പിന്നെ വേറൊരു സംഭവം പിന്നാന്ന് കാണിച്ചു തന്നെ. ഇവിടെ ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ്, ഒരു ബോഗി. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഞാനവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. നമുക്കൊരു സംഭവം കാണിച്ചു തരല്ലോ. ഞാൻ പിന്നാന്ന് കാണിച്ചു ഈ സംഭവം കാണിച്ചു തരാം. പിന്നാന്ന് എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇത് ഇവിടുത്തെ പാർക്കിംഗ് ഇതാ. ഫുൾ അങ്ങനത്തോളം ബൈക്കും കാറും കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ട്രെയിനിൻ്റെ ബോഗി കമ്പാർട്ട്മെൻറ്റ്. അത് സംഭവം എന്നറിയാം. അത് റെസ്റ്റോറൻ്റ് ആട്ടോ, റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കുറേ കമൻറ്റ്. കൂടുതൽ വന്ന കമൻറ്റ് എന്നറിയാം, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വ്യൂ ഇല്ലാണ്ടാവുന്നു, വ്യൂ കളഞ്ഞ് ഈ സാധനം ഇവിടെ വന്നുകൊണ്ട്. പിന്നെ കുറേ ആൾ പറഞ്ഞ് വഴിതെറ്റി വന്നതാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോമഡി. സംഭവം വ്യൂ കളഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ആ വ്യൂ പോയി ഇത് ഫ്രണ്ടിൽ വന്നിട്ട്. കാരണം റെയിൽവേ സ്റ്റേഷൻ നേരെ ഫ്രണ്ടിലാണ് വന്നിന്. റെയിൽവേ സ്റ്റേഷൻ നേരെ ഫ്രണ്ടിലാണ് ഉള്ളത്. ഇതാരാണ് ഒരു കോൾ വരുന്നുണ്ടേ. അപ്പോൾ ഇതാ പയ്യന്നൂരിൽ നിന്നുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡ് കവറായി കേട്ടോ. ബോർഡ് മാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് കംപ്ലീറ്റ് കവറായി. ഇതാ കണ്ടോ, ഫ്രണ്ട് കാണുന്നുണ്ടോ മൊത്തം. മുകളിലെ ഇത് മാത്രമല്ലേ കാണുന്നുള്ളൂ. പയ്യന്നൂരിൽ നിന്നുള്ള ബോർഡ് ഉണ്ട് അവിടെ ഉള്ളിൽ, ഏതാ ബിൽഡിങ്ങിൽ. പക്ഷെ അതുപോലും ശരിക്കും കാണുന്നില്ല. ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചേ. ഇതാ കണ്ടോ, റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ. യെസ് കണ്ടോ, അവിടെ പയ്യന്നൂരിൽ നിന്നുള്ള ബോർഡ് ഉണ്ടോ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡാണ്. പയ്യന്നൂരിൽ നിന്നുള്ള ബോർഡുണ്ട് കണ്ടോ. ശരിക്കും അത് കാണുന്ന തന്നെ ഇല്ല ഇവിടെ നിൽക്കുമ്പോൾ. നേരെ ഫ്രണ്ടിലായതുകൊണ്ടുള്ള ഒരിത് കണ്ടോ, നേരെ ഫ്രണ്ടിലുള്ള. ഇതൊരു റെസ്റ്റോറൻ്റാണെന്നാണ് അറിഞ്ഞത്. അറിയുന്നൊരു കമൻറ്റ് കേട്ടോ. റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അറിയുന്നൊരു കമൻറ്റ് കേട്ടോ. റെസ്റ്റോറൻറ്റ് തന്നെയല്ലേ, റെസ്റ്റോറൻ്റ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാരോ. പിന്നെ ഞാൻ ഈ അടുത്തൊരു ന്യൂസും കണ്ടിന്, ഈ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ്, ഇതിലൊരു റെസ്റ്റോറൻറ്റ് കമ്പാർട്ട്മെൻറ്റ് റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തോ കണ്ടിന്. ബോഗി എന്ന് പറയല്ലേ, ബോഗി കമ്പാർട്ട്മെൻറ്റ് അങ്ങനെ പറയതാ. അപ്പോൾ എന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നാളെയും മറ്റന്നാളെയും ഞാൻ ഒരു പക്ഷേ ഇവിടെ അപ്പോൾ ഇതിനൊരു വരും കേട്ടോ. നാളെയും മറ്റന്നാളെയും കുറച്ച് വീഡിയോസ് ചെയ്യാനുണ്ട്. ഷോപ്പിൻ്റെ പ്രൊഡക്ട്സിൻ്റെ വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പോൾ നാളെ മറ്റന്നാൾ ഞാൻ വരും. അർജൻറ്റീന തൂക്കും. ഞാനുണ്ടല്ലോ ഏഴിമലേൻ്റെ കുന്നിങ്ങനെ കയറിക്കൊണ്ട് വരികയാണ്. ബാക്കിൽ സൈഡിൽ ഈ സൈഡിൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ. ഇതാ കുരിശ്, ഇങ്ങനെ ഓരോ കുരിശ് കാണാം റോഡ് സൈഡിൽ. കണ്ടോ, ഓരോ നമ്പർ ഇട്ടിട്ട് അതിന് 11 ഇങ്ങനെ ഓരോ നമ്പർ ഇട്ടിട്ട് കുരിശുണ്ടാവും. യെസ്, മുളച്ചെടിയാണ്. മുള കണ്ട ഇങ്ങനെ വളവെത്തി. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയ ടോപ്പ് റോഡ് അങ്ങോട്ടേക്ക് എത്തും. അവിടെ ഒരു ചർച്ചലുണ്ട് അങ്ങോട്ട്. ഞാൻ പണ്ട് പോയി. നമുക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. നമ്മളെ സൈറ്റ് ഇങ്ങോട്ടാണ്, വീട് എടുക്കേണ്ട വീട് ഇങ്ങോട്ടാണ്. ഇങ്ങനെ പോവുകയാണ്. പിന്നെ മുകളിലെത്തും നല്ല സുഖമായിട്ടാണ്. കുന്നിന് മുകളിൽ ഇങ്ങനെ കുന്ന് കയറി വന്ന് മുകളിലെത്തിയില്ലേ. നല്ല അടിപൊളി വ്യൂ എല്ലാം ഉണ്ട്. കിട്ടിലം പോലത്തെ വ്യൂ ആണ്. ഓക്കെ വേണ്ട. യെസ്, നല്ല അടിപൊളി വ്യൂ ആണ്. കിട്ടിലം വ്യൂ.
നമ്മുടെ ഏകദേശം സ്ഥലങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മുടെ അടുത്തുള്ള കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. യെസ് 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 എത്താനായി. ഇപ്പോൾ എത്തി. വീടിപ്പോൾ എത്താനായി. ഇവിടെ എത്താനായി. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. ആ സമയത്ത് ഇങ്ങനെ ലൊക്കേഷൻ വീഡിയോ ചെയ്യുന്നത് ഉണ്ടായിന്. ഈ സ്ഥലങ്ങൾ ഇതൊക്കെ അതിനായിട്ട് ഇറങ്ങലില്ല കാണാൻ വേണ്ടിക്ക്, സ്ഥലങ്ങൾ കാണാൻ വേണ്ടിക്ക്. ഇതൊക്കെ അടിപൊളിയല്ലേ. ഞാൻ മുമ്പ് കോവിഡിന് ശേഷം കോവിഡ് സമയത്തെല്ലാം സ്ഥലങ്ങൾ കാണാൻ വേണ്ടിക്ക് ഇങ്ങനെ ഇറങ്ങും ബൈക്ക് എടുത്തിട്ട്. എന്നിട്ട് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കാണും. അപ്പോൾ അതെല്ലാം വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ ഇടും. ഭയങ്കര രസമാണ് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നിന് കേട്ടാ. ഈ ഭാഗത്ത് ഈ ടോപ്പ് റോഡിൽ ഇവിടെ ഇങ്ങനെ വന്നിട്ട് കുറേ ക്വാറിയും. ഇത് പഴയ ഒരു നിർത്തിയ ക്വാറി കേട്ടാ. പണ്ടത്തെ കരിങ്കല്ല് ഇത് കണ്ട, കരിങ്കൽ ക്വാറി കണ്ട. ഫുള്ള് ചുറ്റിലും പാറയാണ്, കരിങ്കല്ലാണ് കണ്ട. കുറച്ച് വെള്ളമുണ്ട്, മഴവെള്ളം എന്ന് പറഞ്ഞിട്ടൊക്കെ കണ്ട. കരിങ്കല്ലാണ് കംപ്ലീറ്റ് കണ്ട, കരിങ്കൽ ക്വാറി. യെസ്, ഇങ്ങനെ ഇവിടെ കുറേ ക്വാറികളുണ്ട് കേട്ടോ. കുറേ അടുപ്പിച്ച് കുറേ അല്ല, കുറച്ച് ക്വാറികളുണ്ട്. എനിക്കറിയുന്നതേ, ഞാൻ അറിയാത്തേ ഉണ്ടോയെന്ന് അറിയില്ല. ഇത് കണ്ട, ജസ്റ്റ് കാണിച്ചു തരാം. അവിടെയും വെള്ളമുണ്ട് കണ്ട, വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ടോ, അതൊരു ക്വാറിയാണ്. ഞാൻ അടുപ്പിച്ച് ക്വാറിയുണ്ട്. ഒരു നായി വരുന്നുണ്ടേ, പായ്ക്കോന്നറിയില്ല. ഈ ഭാഗത്തെല്ലാം നായെല്ലാം പായ്ക്കോ. അമ്മപ്പാ പായച്ചിനെ കുറിച്ച് ചവിട്ടിനെ അങ്ങ് കൊടുക്കും. ഇതേതോ വീട്ടിലാണ്. മുള നോക്കിയാ, മുള ഇവിടെല്ലാം എന്തോ മരമെല്ലാം. ഇവിടെല്ലാം എന്തോ മരം ഇതാക്കിയിട്ട് ഫുള്ള് മരമെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. മരം കളഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാം, മരം കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറ വിശക്കുന്നു. ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. വിശക്കുന്നു, നല്ല വിശപ്പുണ്ട്. ഇന്ന് ഉച്ചക്കൊന്നും ഞാൻ തിന്നിട്ടില്ല. ഈ സൈഡിലെ കാടെല്ലാം കളയണം, എന്നാൽ ഈ ബോർഡ് കാണില്ല. ഇവിടെ കണ്ട ബോർഡ് ഉണ്ടോ? ഈ കാടെല്ലാം കളയണം. ആ ബോർഡിനും കാട് കയറിയിട്ടുണ്ട് കണ്ട. വള്ളിക്കാട് കയറിയിട്ടുണ്ടോ? ഇങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് കണ്ടിന് ബോർഡൊന്നും ഏതോ ഒരു ബോർഡ് തീരെ കാണുന്നില്ല, ഫുൾ വള്ളി കയറി. എനിക്ക് സമയമില്ല. സമയം ഉണ്ടെങ്കിൽ ഞാനത് കളയുമായിരുന്നു. പോകുന്ന വഴിക്ക് ഉണ്ടെങ്കിൽ കളയാ. പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഇരുട്ടാവില്ല, പിന്നെ വീഡിയോ എടുക്കാൻ കഴിയില്ല അവിടെ പോയാൽ. പിന്നെ എന്തെങ്കിലും ടൂള് വേണോ, അല്ലെങ്കിൽ പാവെല്ലാം പിടിച്ച് കടിക്കും. കൈമെന്തെങ്കിലും ടൂള് വേണം, അത് വലിച്ചിളക്കാൻ വേണ്ടിക്ക്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചെയ്യുമ്പോൾ പാമ്പെല്ലാം ഉണ്ടെങ്കിൽ പണി കിട്ടും. അതിൻ്റെ ഉള്ളിൽ, കാടിൻ്റെ ഉള്ളിൽ കയറി ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ടൂൾ ഉണ്ടെങ്കിൽ, സ്റ്റിക്ക് പോലത്തെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ, മോനയായിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ അത് വലിച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ചെയ്യാം. ആ വള്ളിയല്ലേ, അടി വലിച്ച് ഇളക്കി ഇങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇളകി വരും. അങ്ങനെ ചെയ്യാം. ഇവിടുന്ന് ലെഫ്റ്റ്. യെസ്, രാവിലെയൊക്കെ ഒരു ഇറക്കമാണ്, ചെറിയൊരു ഇറക്കം. ഞാൻ മെല്ലെ വരുന്ന കേട്ടോ, മെല്ലെ ഇറങ്ങി വരും. ഇവിടെ എവിടെയോ ആണ് വീട്, പുതിയ വീടാട്ടോ. അവിടെ കർട്ടൻ്റെ വീട് എടുക്കാനാണ്, കർട്ടൻ ചെയ്ത വീട്, കർട്ടൻസ്. അങ്ങനെ ഞാൻ ലൊക്കേഷൻ എത്തി. ഇപ്പത്തും ഞാൻ അങ്ങനെ ഇവിടെ എത്തിയട്ടാ. ഈ വീട്ടിൻ്റെ മുകളിലൊരു മയിൽ, വലിയ ആൺമയിൽ. ഇതൊക്കെ ഉണ്ടോ? എങ്ങനെ മുകളിലൊരു മയിലിനൊക്കെ ഉണ്ടോ? കാണിച്ചാരാ, ഇപ്പോൾ സൂം ചെയ്ത് കാണിച്ചാരാ. ഇതാ കാണുന്നുണ്ടോ? മയിൽ, ഒരാൺമയിലൊക്കെ ഉണ്ടോ? യെസ്, കണ്ടോ? ഒരാൺമയിൽ ഇങ്ങനെ നിൽക്കുക വലിയ. ഈ വീട് തന്നെയെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. ഇവിടെ തന്നെ ആയിരിക്കും. എന്താ ആൺമയിൽ, വലിയ മയിൽ, നല്ല വലുതാട്ടോ, വലിയ സൈസാണ്. ഗ്യാസ് വീട്ടിലെത്തി. ഇതാണ് വീട്. ഞാൻ എടുത്ത് പോയി കേട്ടോ. കാര്യം വെച്ചാൽ ഇവിടെ പണി നടക്കുന്നുണ്ട്, CCTVൻ്റെ എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും നാളെ വരാം, നാളെ വന്നിട്ട് എടുക്കാം. എന്നോടാണ് ഇപ്പോൾ എടുത്തോ, നാളെ വേണമെങ്കിൽ നാളെ എടുത്തു തോന്നുന്നു. ഇവിടെ ചേച്ചിയുണ്ട്, വീട്ടിൻ്റെ ഓണറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് വേണമെങ്കിൽ എടുത്തോ, എപ്പോൾ വേണമെങ്കിൽ എടുത്തു തോന്നുന്നു. നാളെയും ഉണ്ടാവും എന്ന് പറഞ്ഞു. നാളെ ഇവിടെ അവരുണ്ടെന്ന്. ഞാൻ പറഞ്ഞാൽ നാളെ എടുക്കാം. കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ എടുക്കണമെങ്കിലേ. വീട് എന്താ? യെസ്, എന്താ വീടുണ്ടോ? അപ്പോൾ വീടിൻ്റെ ബ്യൂട്ടി കിട്ടണമെങ്കിൽ സാധനങ്ങളൊന്ന് ഫ്രണ്ടിൽ സാധനങ്ങളൊക്കെ മാറിയിട്ട് നല്ല വൃത്തി. അപ്പോൾ ഞാൻ നാളെ വന്നിട്ട് എടുക്കാം. നാളെ വരാം. ഓക്കെ, വീടിന്ന് വിടാട്ടോ.